കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഏറ്റവും അവസാനം 1 മിനിറ്റ് ചില പ്രയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം am I allowed to എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. The shark moved through the night water without a sound. ശബ്ദമുണ്ടാക്കാതെ സ്രാവ് വെള്ളത്തിലൂടെ നീങ്ങി. It swam towards the shore with its eyes and mouth open. കണ്ണുകളും വായയും തുറന്ന് തീരം ലക്ഷ്യമാക്കിയാണ് സ്രാവ് നീന്തിയത്. Between the sea and the shore was a long beach. കടലിനും കടൽക്കരയ്ക്കും ഇടയിൽ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. Behind that beach there was a house with lights in its windows. ബീച്ചിന് പുറകിലായി ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ ജനാലയിലൂടെ വീട്ടിനുള്ളിലുള്ള വെളിച്ചം കാണാൻ സാധിച്ചിരുന്നു എന്ന് സാരം. The front door of the house opened and a man and woman came out. ആ വീടിന്റെ മുൻവശത്തുള്ള വാതിൽ തുറന്ന് ഒരു സ്ത്രീയും പുരുഷനും പുറത്തേക്ക് വന്നു. They stood for a short time and looked at the sea. കുറച്ച് സമയം അവർ നിന്നതിന് ശേഷം കടലിലേക്ക് നോക്കി. Then they ran down to the beach. പിന്നീട് അവർ താഴെ ബീച്ചിലേക്ക് ഓടി. The man sat down and closed his eyes. ആ പുരുഷൻ താഴെ ഇരിക്കുകയും കണ്ണുകൾ അടയ്ക്കുകയും ചെയ്തു. The woman smiled at him and said, ആ സ്ത്രീ പുരുഷനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, Do you want to go for a swim? നീന്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? You go on. I'll wait for you here. നീ പൊയ്ക്കോളൂ, ഞാനിവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന് പുരുഷൻ സ്ത്രീയോട് പറഞ്ഞു. She began walking out towards the sea. അവൾ കടൽ ലക്ഷ്യമാക്കി നടക്കുവാൻ തുടങ്ങി. The water came up round her feet. അവളുടെ പാദങ്ങൾക്ക് മുകളിൽ വെള്ളമുണ്ടായിരുന്നു. It was a warm June night, but the water felt cold. ജൂൺ മാസത്തിലുള്ള ചൂടുള്ള ഒരു രാത്രിയായിരുന്നു അത്, പക്ഷേ വെള്ളം തണുത്തിരുന്നു. The woman called back, Come and have a swim with me. വന്ന് എൻ്റെ കൂടെ നീന്തുവെന്ന് ആ സ്ത്രീ പുരുഷനോട് വിളിച്ചു പറഞ്ഞു. But there was no answer from the man. പക്ഷേ പുരുഷന്റെ മറുപടി ഒന്നും ലഭിച്ചില്ല. She ran into the sea. അവൾ കടലിലേക്ക് ഓടി. And soon the water was up to her head. And soon the water was up to her head. She began to swim. അവളുടെ തലയുടെ ഉയരത്തിൽ വെള്ളമെത്തുകയും അവൾ നീന്താൻ ആരംഭിക്കുകയും ചെയ്തു. The shark was 100 meters from the beach. സ്രാവ് ബീച്ചിൽ നിന്നും 100 മീറ്ററോളം അകലെയായിരുന്നു. It could not see the woman. സ്രാവിന് സ്ത്രീയെ കാണുവാൻ സാധിച്ചിരുന്നില്ല. It could not see anything in the dark water. ഇരുണ്ട വെള്ളത്തിൽ ഒന്നും തന്നെ കാണുവാൻ സ്രാവിന് സാധിച്ചിരുന്നില്ല. But it felt the sea move. പക്ഷേ കടൽ അനങ്ങുന്നത് സ്രാവ് മനസ്സിലാക്കി. It turned towards the shore. സ്രാവ് കടൽ തീരത്തിന്റെ ദിശയിലേക്ക് തിരിഞ്ഞു. The woman swam away from the beach. ആ സ്ത്രീ ബീച്ചിൽ നിന്നും അകലേക്ക് നീന്തി. After about 100 meters,
she began to feel tired and stopped for a short time. 100 മീറ്ററോളം നീന്തിയതിനു ശേഷം അവൾക്ക് ക്ഷീണം അനുഭവപ്പെട്ടു. അവൾ അല്പസമയത്തേക്ക് നീന്തൽ നിർത്തി. Then she turned and began swimming back to the shore. പിന്നീട് അവൾ തിരിഞ്ഞ് തീരം ലക്ഷ്യമാക്കി നീന്തി. The shark moved closer to the woman. സ്രാവ് സ്ത്രീയുടെ അടുത്തേക്ക് നീങ്ങി. For the first time she felt afraid. ആദ്യമായി അവൾക്ക് ഭയം അനുഭവപ്പെട്ടു. But she did not know why. പക്ഷേ എന്തുകൊണ്ടാണ് ഭയം തോന്നിയതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. She looked up and saw the lights in the house. അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ വീട്ടിലെ വെളിച്ചം കണ്ടു. She was about 70 meters from the shore. അവൾ തീരത്തിൽ നിന്നും ഏകദേശം 70 മീറ്ററോളം അകലെയായിരുന്നു. She began to swim faster. അവൾ വേഗത്തിൽ നീന്തുവാൻ ആരംഭിച്ചു. The shark was now above the water, അപ്പോൾ സ്രാവ് വെള്ളത്തിന്റെ മുകളിലായിരുന്നു. about 15 meters from the woman. സ്ത്രീയിൽ നിന്നും ഏകദേശം 50 മീറ്റർ അകലെയായിരുന്നു സ്രാവ്. Suddenly, it dropped down to the left. പെട്ടെന്ന് അത് താഴോട്ട് ഇടതുവശത്തേക്ക് പോയി. The woman felt something hit her right leg. എന്തോ വലത്തുകാലിൽ തട്ടിയതായി ആ സ്ത്രീക്ക് അനുഭവപ്പെട്ടു. She put her hand into the water and tried to find her foot. Then she cried out. അവൾ വെള്ളത്തിലേക്ക് കൈകളിട്ട് തന്റെ പാദം കണ്ടെത്തുവാൻ ശ്രമിച്ചു. പിന്നീട് അവൾ ഉറക്കെ കരഞ്ഞു. The shark turned and then turned again. ആ സ്രാവ് അവളെ ആക്രമിക്കുന്നതിന് വേണ്ടി വീണ്ടും തിരിഞ്ഞു എന്ന് സാരം. This time it attacked the woman from below. ഇത്തവണ സ്രാവ് സ്ത്രീയെ ആക്രമിച്ചത് താഴെ നിന്നാണ്. It swam up fast and pushed her out of the water. സ്രാവ് മുകളിലോട്ട് വേഗത്തിൽ നീന്തി ആ സ്ത്രീയെ വെള്ളത്തിന് പുറത്തേക്ക് തള്ളിത്തെറിപ്പിച്ചു. The shark carried the woman away in its mouth. സ്രാവ് സ്ത്രീയെ വായിലകത്താക്കി കൊണ്ടുപോയി എന്ന് സാരം. It came up out of the water and then went under again. സ്രാവ് വെള്ളത്തിന് മുകളിലോട്ട് വരികയും പിന്നീട് വെള്ളത്തിന് താഴോട്ട് പോവുകയും ചെയ്തു. A short time later, it began swimming away from the shore. കുറച്ച് സമയത്തിന് ശേഷം ആ സ്രാവ് തീരം വിട്ടുപോയി. The man opened his eyes. സ്രാവ് കൊല്ലപ്പെടുത്തിയ സ്ത്രീയുടെ കൂടെയുണ്ടായിരുന്ന പുരുഷൻ കണ്ണുകൾ തുറന്ന് എന്ന് സാരം. അദ്ദേഹം തീരത്തായിരുന്നു. It was dark and he felt cold. അപ്പോൾ ഇരുട്ടായിരുന്നു. അദ്ദേഹത്തിന് തണുപ്പ് തോന്നി. He stood up and began to dress. അദ്ദേഹം എഴുന്നേറ്റ് വസ്ത്രങ്ങൾ ധരിച്ചു. It was then he saw the woman's shoes on the beach. അതിനുശേഷമാണ് അദ്ദേഹം സ്ത്രീയുടെ ഷൂസ് ബീച്ചിൽ കണ്ടത്. He picked up the shoes and walked back to the house. ഷൂസ് എടുത്തതിന് ശേഷം അദ്ദേഹം വീട്ടിലേക്ക് തിരികെ നടന്നുപോയി. The door to the woman's room was open and the light was on, but she was not there. സ്ത്രീയുടെ മുറിയിലേക്കുള്ള വാതിൽ തുറന്നിരുന്നു. ലൈറ്റ് ഓൺ ആയിരുന്നു. പക്ഷേ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. There were 2 more rooms in the house. ആ വീട്ടിൽ വേറെയും 2 മുറികൾ ഉണ്ടായിരുന്നു. The man opened the door of the first bedroom and went across to the bed. ആ മനുഷ്യൻ ആദ്യത്തെ കിടപ്പുമുറിയുടെ വാതിൽ തുറന്നു. Jack. The man in the bed opened his eyes. What? ജാക്ക് എന്ന് പേര് ചൊല്ലി വിളിച്ചപ്പോൾ ബെഡിലുണ്ടായിരുന്ന മനുഷ്യൻ കണ്ണുകൾ തുറന്നു എന്ന് സാരം. It's me, Tom. I think there's something wrong. ഇത് ഞാനാണ്, ടോം ആണ്.
എനിക്ക് തോന്നുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എന്ന് ടോം കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനോട് പറഞ്ഞു. ടോം ആണ് സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ. Where's Chrissy? ക്രിസ്സി എവിടെയാണെന്ന് ടോം ചോദിച്ചു. I thought she was with you. ഞാൻ വിചാരിച്ചത് അവൾ നിന്റെ കൂടെ ഉണ്ട് എന്നാണ് എന്ന് കിടക്കയിൽ കിടക്കുന്ന മനുഷ്യൻ ടോമിനോട് മറുപടി പറഞ്ഞു. No, she isn't. I can't find her. ഇല്ല, അവൾ എൻ്റെ കൂടെ ഇല്ല. എനിക്ക് അവളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് ടോം പറഞ്ഞു. She's not in the house, and she's not on the beach. അവൾ വീട്ടിലുമില്ല ബീച്ചിലുമില്ല എന്ന് ടോം പറഞ്ഞു. Jack sat up and turned on a light. ജാക്ക് എന്നായിരുന്നു കിടക്കയിൽ കിടന്നിരുന്ന മനുഷ്യന്റെ പേര്. അദ്ദേഹം നിവർന്നിരുന്നതിന് ശേഷം ലൈറ്റ് ഓൺ ചെയ്തു. He looked at his watch. It was 5 in the morning. ജാക്ക് തന്റെ വാച്ചിലേക്ക് നോക്കി. അപ്പോൾ സമയം പുലർച്ചെ 5 മണിയായിരുന്നു. I'll phone the police, he said. അദ്ദേഹം പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം. Am I allowed to എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. അതിനു മുൻപ് ഒരു കൊച്ചു കഥ കൂടി നമുക്ക് കേൾക്കാം. രസകരമായ 2 കൊച്ചു കഥകളാണ് ഈ വീഡിയോയിൽ ഇനി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസാണ്. മുൻപ് കണ്ടിട്ടുള്ളവരും വാക്കുകളുമായി പരിചയം ലഭിക്കുന്നതിന് വേണ്ടി ഒരു തവണ കൂടി കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം am I allowed to എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. രസകരമായ ആ കൊച്ചു കഥ കേൾക്കുന്നതിന് മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. മുല്ല നസ്രുദ്ദീൻ വാസ് നോൺ ഫോർ ഹിസ് വിറ്റ് ആൻഡ് ഹ്യൂമർ. മുല്ല നസ്രുദ്ദീൻ തൻ്റെ തമാശകളാൽ തൻ്റെ ഫലിതങ്ങളാൽ അറിയപ്പെട്ടിരുന്നു. പീപ്പിൾ വെന്റ് ടു ഹിം ടു ഹിയർ ഹിസ് വിറ്റി റിമാർക്സ്. തമാശ നിറഞ്ഞ പരാമർശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഒരു തവണ കൂടി നമ്മളിത് വായിക്കേണ്ടതുണ്ട്. അത് ഉറക്കെയാണ് വായിക്കേണ്ടത്. മുല്ല നസ്രുദ്ദീൻ വാസ് നോൺ ഫോർ ഹിസ് വിറ്റ് ആൻഡ് ഹ്യൂമർ. പീപ്പിൾ വെന്റ് ടു ഹിം ടു ഹിയർ ഹിസ് വിറ്റി റിമാർക്സ്. Often, Mullah Nasruddin went to King's palace. The king enjoyed his humor. പലപ്പോഴും മുല്ല നസ്രുദ്ദീൻ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിരുന്നു. രാജാവ് മുല്ല നസ്രുദ്ദീൻ്റെ തമാശകൾ ആസ്വദിച്ചിരുന്നു. One day, the king was very hungry. ഒരു ദിവസം രാജാവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. He asked his cook to serve food immediately. രാജാവ് തൻ്റെ പാചകക്കാരനോട് ഭക്ഷണം വേഗം സെർവ് ചെയ്യാൻ വിളമ്പുവാൻ ആവശ്യപ്പെട്ടു. The cook served rice and brinjal curry. പാചകക്കാരൻ ചോറും വഴുതനങ്ങ കറിയും രാജാവിന് നൽകി. Since the king was very hungry, he liked the food very much. രാജാവിന് നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ഒരു തവണ വായിക്കേണ്ടതുണ്ട്. Often, Mullah Nasruddin went to King's palace. The king enjoyed his humor. One day, the king was very hungry. He asked his cook to serve food immediately. The cook served rice and brinjal curry.
Since the king was very hungry, he liked the food very much. The king said, "The brinjal curry is very tasty." വഴുതനങ്ങ കറി വളരെ രസമുള്ളതാണെന്ന് രാജാവ് പറഞ്ഞു. Make brinjal curry every day. എല്ലാ ദിവസവും വഴുതനങ്ങ കറി ഉണ്ടാക്കൂ എന്ന് രാജാവ് ഉത്തരവിട്ടു. Mullah was standing near the king. രാജാവിന് സമീപം മുല്ല നിൽക്കുന്നുണ്ടായിരുന്നു. He said, "Brinjal curry is very tasty." വഴുതനങ്ങ കറി നല്ല രസമുള്ളതാണ്. Brinjal is the best vegetable in the world. ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല വെജിറ്റബിൾ ആണ് വഴുതനങ്ങ. ഇങ്ങനെ മുല്ല രാജാവ് കേൾക്കുന്ന രീതിയിൽ പറഞ്ഞു. ഇനി നമുക്ക് ഒരു തവണ ഒരുമിച്ച് വായിക്കാം. The king said, "The brinjal curry is very tasty. Make brinjal curry every day." Mullah was standing near the king. He said, "Brinjal curry is very tasty. Brinjal is the best vegetable in the world." So the cook made brinjal curry every day. രാജാവ് ഉത്തരവിട്ടതുകൊണ്ട് പാചകക്കാരൻ എല്ലാ ദിവസവും വഴുതനങ്ങ കറി ഉണ്ടാക്കി. For the first few days, the king liked it. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ രാജാവിന് വഴുതനങ്ങ കറി ഇഷ്ടപ്പെട്ടു. Then it became boring. പിന്നീട് അത് രാജാവിന് മടുത്തു. So after a few weeks, the king said, "This curry has no taste. I hate it." കുറച്ച് ആഴ്ചകൾക്ക് ശേഷം രാജാവ് ഇപ്രകാരം പറഞ്ഞു, "ഈ കറിക്ക് യാതൊരു ടേസ്റ്റുമില്ല. ഞാനിത് വെറുക്കുന്നു." Don't make brinjal curry any longer. ഇനി വഴുതനങ്ങ കറി ഉണ്ടാക്കരുത് എന്ന് രാജാവ് ഉത്തരവിട്ടു. നമുക്ക് ഒരു തവണ വായിക്കാം. So the cook made brinjal curry every day. For the first few days, the king liked it. Then it became boring. So after a week, the king said, "This curry has no taste. I hate it. Don't make brinjal curry any longer." Then Mullah said, പിന്നീട് മുല്ല ഇപ്രകാരം പറഞ്ഞു, "Brinjal curry is tasteless." വഴുതനങ്ങ കറി രുചിയില്ലാത്തതാണ്. In fact, brinjal is the worst vegetable in the world. ലോകത്തിലെ ഏറ്റവും മോശമായ വെജിറ്റബിൾ ആണ് വഴുതനങ്ങ എന്ന് മുല്ല പറഞ്ഞു. "Why do you say so, Mullah?" asked another person. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് മുല്ലയോട് വേറൊരു വ്യക്തി ചോദിച്ചു. "The last week you said brinjal was the best vegetable in the world." കഴിഞ്ഞ ആഴ്ച വഴുതനങ്ങയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല വെജിറ്റബിൾ എന്ന് താങ്കൾ പറഞ്ഞു. ഒരു തവണ നമുക്ക് വായിക്കാം. Then Mullah said, "Brinjal curry is tasteless. In fact, brinjal is the worst vegetable in the world." "Why do you say so, Mullah?" asked another person. "The last week you said brinjal was the best vegetable in the world." "You see," said Mullah, "I don't have to praise brinjal all the time." എനിക്ക് എല്ലായ്പ്പോഴും വഴുതനങ്ങയെ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. I am not a servant of brinjal. ഞാൻ വഴുതനങ്ങയുടെ വേലക്കാരനല്ല. But always I have to agree with king. പക്ഷേ എല്ലായ്പ്പോഴും എനിക്ക് രാജാവ് പറയുന്നത് സമ്മതിക്കേണ്ടതുണ്ട്. I am a servant of the king. ഞാൻ രാജാവിൻ്റെ വേലക്കാരനാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കൊച്ചുകഥ കേൾക്കാം. അതിനുശേഷം am I allowed to എങ്ങനെ ഉപയോഗിക്കാമെന്ന് വ്യക്തമായി മനസ്സിലാക്കാം. Mullah Nazaruddin was a rebel when he was a boy. കുട്ടിയായിരുന്ന സമയത്ത് മുല്ല നസറുദ്ദീൻ ഒരു റബലായിരുന്നു. റബൽ എന്നാൽ അനുസരിക്കാത്തവൻ അല്ലെങ്കിൽ എതിർപ്പ് കാണിക്കുന്നവൻ എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ അർത്ഥം.
He always did the opposite of what he was asked to do. ചെയ്യാൻ പറയുന്നതിൻ്റെ നേരെ വിപരീതമാണ് മുല്ല നസ്രുദ്ദീൻ എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത്. Mullah Nazaruddin was a rebel when he was a boy. He always did the opposite of what he was asked to do. His family members knew about it. മുല്ല നസ്രുദ്ദീൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമായിരുന്നു. So they always asked him to do the opposite of what they wanted. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് മുല്ല നസറുദ്ദീനോട് ചെയ്യുവാനായി അവർ പറയാറുണ്ടായിരുന്നത്. Then he was sure to do what they wanted. അപ്രകാരം അവർ ആഗ്രഹിക്കുന്നത് പോലെ മുല്ല നസറുദ്ദീനെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചിരുന്നു എന്ന് സാരം. ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ മുല്ല നസറുദ്ദീൻ അനുസരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. His family members knew about it. So they always asked him to do the opposite of what they wanted. Then he was sure to do what they wanted. If they wanted him to go to the north, they asked him to go to the south. വടക്ക് ദിശയിലേക്ക് മുല്ല നസറുദ്ദീനെ പറഞ്ഞയക്കണമെന്ന് മറ്റുള്ളവർ ആഗ്രഹിച്ചിരുന്ന സമയത്ത് മറ്റുള്ളവർ മുല്ല നസറുദ്ദീനോട് തെക്ക് ദിശയിലേക്ക് പോകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. മുല്ല നസറുദ്ദീൻ തീർത്തും അനുസരണയില്ലാത്തവനായിരുന്നു എന്ന് സാരം. തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ടും, വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ടും പോയിരുന്നു എന്ന് സാരം. If they wanted him to go to the north, they asked him to go to the south. Then he went to the north. It was Nazaruddin's 14th birthday. അന്ന് നസ്രുദ്ദീൻ്റെ 14ാമത്തെ ജന്മദിനമായിരുന്നു. He had to go to the market with his father. അവന് അവൻ്റെ അച്ഛൻ്റെ കൂടെ ചന്തയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് had to പ്ലസ് ബൈ ഫസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഹാഡിന് ശേഷം ടു ഉപയോഗിക്കുന്നു, ടുവിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. He had to do it. He had to go to the market with his father. നസ്രുദ്ദീന് അവൻ്റെ അച്ഛൻ്റെ കൂടെ ചന്തയിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. They started from home early in the morning. പുലർച്ചെ തന്നെ അവർ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു. A donkey carrying a bag of grains followed them. ധാന്യങ്ങൾ നിറച്ച ഒരു ചാക്കുമായി ഒരു കഴുതയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. They started from home early in the morning. A donkey carrying a bag of grains followed them. On the way to the market, they had to walk along a narrow bridge. ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് അവർക്ക് വീതി കുറഞ്ഞ ഒരു പാലത്തിലൂടെ നടക്കേണ്ടതുണ്ടായിരുന്നു. It was made of kayar. കയറ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു ആ പാലം. As the donkey got on the bridge, the bag of grains began to slip towards one side. പാലത്തിലേക്ക് കഴുത കയറിയപ്പോൾ ധാന്യങ്ങൾ നിറഞ്ഞ ചാക്ക് ഒരു വശത്തേക്ക് തെന്നിമാറി. On the way to the market, they had to walk along a narrow bridge. It was made of kayar. As the donkey got on the bridge, the bag of grains began to slip towards one side. Nazaruddin's father saw this. നസറുദ്ദീൻ്റെ അച്ഛൻ ഇത് കണ്ടു. So he shouted to his son. കണ്ട ഉടനെ അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, Nazaruddin, move the grains to the right side of the donkey. Be quick. കഴുതയുടെ വലത്തുവശത്തേക്ക് ധാന്യങ്ങൾ പെട്ടെന്ന് മാറ്റൂ എന്ന് നസറുദ്ദീൻ്റെ അച്ഛൻ നസറുദ്ദീനോട് പറഞ്ഞു. Nazaruddin went to the donkey and shifted the grains to the right side. നസറുദ്ദീൻ കഴുതയുടെ അടുത്ത് ചെന്ന് വലതുവശത്തേക്ക് ധാന്യങ്ങൾ നിറഞ്ഞ ആ ചാക്ക് നീക്കിയിട്ടു. Suddenly, the bag of grains fell into the water. പെട്ടെന്ന് ധാന്യങ്ങൾ നിറഞ്ഞ ആ ചാക്ക് വെള്ളത്തിലേക്ക് വീണു. Nazaruddin's father was very angry. നസറുദ്ദീൻ്റെ അച്ഛന്
വളരെയധികം ദേഷ്യം തോന്നി. Nazaruddin went to the donkey and shifted the grains to the right side. Suddenly, the bag of grains fell into the water. Nazaruddin's father was very angry. What did you do, you fool? വിഡ്ഢി, നീ എന്താണ് ചെയ്തത് എന്ന് നസ്രുദ്ദീനോട് നസ്രുദ്ദീന്റെ അച്ഛൻ ഉറക്കെ ചോദിച്ചു. I wanted you to move the grains to the left side. ഇടതുവശത്തേക്ക് ധാന്യങ്ങൾ നീ മാറ്റണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. That's why I asked you to move it to the right. അതുകൊണ്ടാണ് ഞാൻ വലത്തുവശത്തേക്ക് നീക്കുവാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. You always did the opposite of what I asked you to do. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതിൻ്റെ നേരെ വിപരീതമാണ് നീ എപ്പോഴും ചെയ്തിരുന്നത്. ഇപ്പോൾ നീ എന്തിനാണ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായി ചെയ്തത് എന്ന് സാരം. What did you do, you fool? He shouted at his son. I wanted you to move the grains to the left side. That's why I asked you to move it to the right. You always did the opposite of what I asked you to do. കുറുമ്പനായ മുല്ല നസറുദ്ദീൻ അച്ഛനോട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് കേൾക്കാം. That's true, said Nazaruddin. But that was because I was a small boy. അച്ഛൻ പറഞ്ഞത് എല്ലാം സത്യമാണ്, പക്ഷേ അപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. കൊച്ചുകുട്ടിയായിരുന്നത് കൊണ്ടാണ് ഞാൻ അതെല്ലാം ചെയ്തിരുന്നത്. This morning I completed 14 years of age. ഇന്ന് പുലർച്ചെ എനിക്ക് 14 വയസ്സായി. Now I must act correctly and logically. തനിക്ക് 14 വയസ്സായതുകൊണ്ട് കൃത്യമായും യുക്തി അനുസരിച്ചും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അച്ഛനോട് മുല്ല നസറുദ്ദീൻ പറഞ്ഞത്. That's why I did exactly as you asked me to do. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൃത്യമായി എല്ലാം ചെയ്തത്. You see, now I am grown up guy. ഞാനിപ്പോൾ മുതിർന്ന വ്യക്തിയാണ് എന്നാണ് നസ്രുദ്ദീൻ അച്ഛനോട് പറഞ്ഞത്. ഇനി നമുക്ക് am I allowed to എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. അതിനു മുൻപ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയട്ടെ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. Am I allowed to എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് സെൻറ്റൻസ് വായിക്കാം. Am I allowed to wait here? എനിക്കിവിടെ വെയിറ്റ് ചെയ്യാനുള്ള അനുവാദമുണ്ടോ എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. Am I allowed to wait here? എനിക്കിവിടെ കാത്തു നിൽക്കാനുള്ള അനുവാദമുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 തവണയെങ്കിലും ഇത്തരം സെൻറ്റൻസുകൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. Am I allowed to wait here? Am I allowed? Allowed എന്നത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. ടുവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ്. ഈ സെൻറ്റൻസിൽ വെർബിൻ്റെ തേർഡ് ഫോമും അതുപോലെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമും നമുക്ക് കാണാൻ സാധിക്കും. ഇത് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം 3 തവണ ഉറക്കെ പ്രാക്ടീസ് ചെയ്യുക. Am I allowed to wait here? Am I allowed to sit here? എനിക്കിവിടെ ഇരിക്കാനുള്ള അനുവാദമുണ്ടോ? ടുവിന് ശേഷം ഈ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിച്ചത് വെയിറ്റ് എന്ന വെർബാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിറ്റ് എന്ന വെർബാണ്. 500 വെർബുകൾ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും 500 വ്യത്യസ്തമായ സെൻറ്റൻസുകൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിത്യജീവിതത്തിൽ ഇത്തരം സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരും. Am I allowed to sit here? Am I allowed to wait here? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർ
വിളിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.